ന്യൂ ഇയർ ആയിട്ട് ഒരു ചിക്കൻ ബിരിയാണി വെക്കാമെന്ന് കരുതി. ആദ്യം തന്നെ ചിക്കൻ്റെ ആ ഒരു മസാലയും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പ്രിപ്പയർ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അന്നക്കുട്ടി വന്ന് പറഞ്ഞു അവളുടെ ക്ലാസ് സിസ്റ്ററിനെ ഒന്ന് വിളിക്കണം, അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ വേഗം ചിക്കൻ വറുത്ത് അതിൻ്റെ ആ ഒരു മസാല റെഡിയാക്കാമെന്ന് കരുതി. പിന്നെ ഞാൻ ഗരം മസാല ആക്കിയിട്ടുണ്ടായിരുന്നു, അത് ടിന്നിലാക്കി വെച്ചതാണ് കേട്ടോ കണ്ടത്. അപ്പോൾ ജോക്കുട്ടനോടും എല്ലാവരോടൊക്കെ വർത്താനം പറഞ്ഞു. കുറച്ച് നേരം അങ്ങനെ അങ്ങ് പോയിട്ട് നമുക്കൊരു സമാധാനമാണ് നമ്മുടെ മക്കളുടെ ക്ലാസ് ടീച്ചറിനെ വിളിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേനും. അങ്ങനെ ഞാൻ വേഗം ചിക്കൻ വറുത്തു. അതിനുള്ള റൈസ് ഞാൻ വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കുന്നുള്ളൂ. ഇപ്പോൾ ഉച്ചക്കത്തേക്ക് ചോറ് കൊടുക്കുമ്പോഴത്തേനും ഇതിൽ നിന്ന് കുറച്ച് നമുക്ക് കറി എടുത്തിട്ട് അവർക്കങ്ങ് കൊടുക്കാമല്ലോ. ഞാൻ ഇപ്പോഴാണ് കേട്ടോ ഗരം മസാല നിറച്ചത്. ഗരം മസാല അതിലേക്ക് ടിന്നിലേക്ക് ആക്കി പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ സമാധാനമാണ്. നമുക്ക് എന്തെങ്കിലും കറി വയ്ക്കുമ്പോൾ കുറച്ചെടുത്തങ്ങ് തട്ടിയാൽ മതിയല്ലോ. അപ്പം പിന്നെ ചിക്കന് വേണ്ടിയിട്ടുള്ള, അതായത് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ഗ്രേവിയും കാര്യങ്ങളൊക്കെ തയ്യാറാക്കാനായിട്ടുള്ള സവാളയൊക്കെ അരിഞ്ഞെടുത്തു. പിന്നെ ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഒരുപാട് തവണ പറഞ്ഞേക്കണോണ്ടാണ് കേട്ടോ വീണ്ടും വീണ്ടും പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കാത്ത. റൈസ് ഞാൻ വൈകിട്ടേ ഉണ്ടാക്കുന്നുള്ളൂ.